ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയും ഏതാനും ദിവസങ്ങൾ കോലഞ്ചേരിയിൽ ഒരു ഉപവാസ വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി. നമ്മുടെ സഭയിൽ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകാം, ഇത്തരം പൊല്ലാപ്പുകൾക്ക് മെത്രാപ്പോലീത്തന്മാർ പോകേണ്ടതുണ്ടോ, അഥവാ ഇപ്രകാരമുള്ള ഉപവാസ അനുഷ്ഠാനം നടത്തേണ്ടതുണ്ടോ എന്ന് ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. അതൊന്ന് ദൂരീകരിക്കുവാൻ 2 നിമിഷം ഞാൻ ഉപയോഗിക്കുകയാണ്. നേരത്തെ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദ്യം ചോദിച്ചു, കോലഞ്ചേരി പള്ളിത്തർക്കം എന്തായി എന്ന്. ഞാൻ വളരെ വിനീതമായ ഭാഷയിൽ പറഞ്ഞു, കോലഞ്ചേരിയിൽ ഒരു പള്ളിത്തർക്കമില്ല, ഞങ്ങൾക്കാരോടും തർക്കമില്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വിധിന്യായം നടപ്പാക്കി തരണമെന്ന് കേരള സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരള സർക്കാരിനോട് ഒരു കോടതി വിധിന്യായം നടപ്പാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നത് പള്ളിത്തർക്കമാണെന്ന് ആരെങ്കിലും പേര് കൊടുക്കുന്നെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് അതിനെ വലിച്ചേക്കപ്പെടുന്നു എന്നുള്ളതാണ്. 2-3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഈ ഉപവാസവും വ്രതം മൂലം ഞാൻ ആഗ്രഹിച്ചത്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ വടക്കൻ ഭദ്രാസനങ്ങളിൽ അനേക പതിറ്റാണ്ടുകളായി മർദ്ദനങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും നിറവേറ്റിക്കൊണ്ട് അഴിച്ചുവിട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ മക്കൾ പീഡനങ്ങൾ അനുഭവിക്കുന്നു, അവഗണിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സഭയുടെ പ്രധാന അധ്യക്ഷനും പരിശുദ്ധ പിതാക്കന്മാരും അതുപോലെ തന്നെ വൈദിക ഗണങ്ങളും ആപാല വൃദ്ധജനങ്ങളും അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കണ്ടില്ല. നിങ്ങളോടൊപ്പം സഭ എന്നും ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യത്തെ സന്ദേശം ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിൽ ലക്ഷ്യമിട്ടത്. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളം ജില്ലാ കളക്ടറും RDOയും SP-യും IG-യും ഒക്കെ എന്നോട് വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു. Dear Bishop, we request you to stop your starvation. Then I asked on what condition I should stop, because we are concerned about your health and life. ഒരു മറുപടി ഞാൻ പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ കൈൻഡ് അഡ്വൈസ്. എന്റെ ജീവനെക്കുറിച്ച്, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് അങ്കലാപ്പുണ്ടാകേണ്ടത്, ആശങ്കയുണ്ടാകേണ്ടത് ആദ്യം എനിക്ക് തന്നെയാണ്. എന്റെ ആരോഗ്യത്തെക്കുറിച്ച് അങ്ങക്ക് ആശങ്കയുണ്ടായെങ്കിൽ നല്ലത്, പക്ഷെ എനിക്ക് ആശങ്ക തോന്നിയിട്ടില്ല. ഇത് തന്നെ IG-യോടും ഇത് തന്നെ എറണാകുളം ജില്ലാ കളക്ടറോടും എനിക്ക് പറയേണ്ടി വന്നു. ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഞാൻ ഇതിനെ ഓർപ്പിച്ചത്. എന്റെ ആരോഗ്യത്തെക്കാളും എന്റെ ജീവനേക്കാളും ഞാൻ ഗൗരവമായി കാണുന്നത് പരിശുദ്ധ സഭയുടെ അന്തസത്തയും പരിശുദ്ധ സഭയുടെ അഭിമാനവുമാണ്. ഞാൻ ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു, ഇന്ന് മരിച്ചാൽ മരിച്ചു, ഞാൻ മരിച്ചാലും മറ്റൊരാൾ കാതോലിക്കയായിട്ടൂടെ ഉയർന്നു വരും. സഭയ്ക്ക് അനാഥത്വം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്റെ ജീവനേക്കാളും ആരോഗ്യത്തെക്കാളും അധികം മലങ്കര സഭയുടെ ശക്തിക്കും അന്തസ്സിനും അഭിമാനത്തിനുമാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്ന് അവരോട് എനിക്ക് പറയേണ്ടി വന്നു. നമ്മുടെ പൂർവ്വിക പിതാക്കന്മാർ ഈ സഭയെ നാളിതുവരെ നടത്തിയത് സ്വന്തം അഭിമാനം കാഴ്ചവെച്ചുകൊണ്ടാണ്. വട്ടശ്ശേരിൽ തിരുമേനിയുടെ അംഗരക്ഷകൻ കൊല്ലപ്പെട്ടത് ഈ പരിശുദ്ധ സഭയുടെ മാനം കാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി അപഹസിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത് ഈ സഭയുടെ ശക്തിക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത്, എന്റെ ജീവനല്ല, എന്നേക്കാൾ വലുതാണ് എന്റെ സഭ എന്നൊരു സങ്കല്പം എനിക്ക് അവിടെ തെളിയിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഉപവാസ യജ്ഞത്തിന് ഞാൻ തുനിഞ്ഞത് എന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. മൂന്നാമതൊരു സന്ദേശവും കൂടെ ഈ ഉപവാസ യജ്ഞത്തിലൂടെ എനിക്ക് നൽകേണ്ടി വന്നു.
അത് മറ്റൊന്നുമല്ല, മലങ്കര സഭയുടെ നിർണായക ഘട്ടത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ നേരിടുമെന്ന്, ഒരുപക്ഷെ അതൊരു താക്കീത് ഗവൺമെന്റിനാണെങ്കിൽ ഗവൺമെന്റിനെ, മറ്റാർക്കെങ്കിലും ആണെങ്കിൽ മറ്റാർക്ക് അത് നൽകേണ്ട ഉത്തരവാദിത്വം ആദ്യമായിട്ട് എനിക്ക് തന്നെയാണെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഈ യുവജനങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ യുവജനങ്ങളും ഈ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച സ്നേഹം, നിങ്ങൾ കാണിച്ച ഉത്സാഹം, നിങ്ങൾ കാണിച്ച പങ്കാളിത്തം, അതിനെ സഭയുടെ ഒരു പ്രധാന ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയട്ടെ. ഇത് ഞാൻ ഇവിടെ പറയാതെ പോയാൽ ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വിരോധമുണ്ടാകാം. ഈ തിരുമേനി എന്ത് കൊല്ലാപ്പാണ് ഈ കാണിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? AC കാറിൽ യാത്ര ചെയ്താൽ പോരെ? എവിടെയെങ്കിലും ചെന്ന് പൂമാല വാങ്ങി കഴുത്തിൽ അണിഞ്ഞാൽ പോരെ? പുകഴ്ചകൾ കേട്ടാൽ പോരെ? ഈ പാടിലിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇതാണ് അതിന്റെ ഉത്തരമെന്ന് ഇത്തരണത്തിൽ ഞാൻ പറയാതെ പോകുന്നത് അബദ്ധമാണെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ അത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഞാൻ എന്റെ വാക്ക് ദുരിപ്പിക്കുന്നില്ല. മലങ്കര സഭയുടെ അഭിമാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. യുവതലമുറ മലങ്കര സഭയ്ക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ഉണർന്നു വന്ന് ഈ സഭയെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു മാനവും മഹത്വവും നോക്കരുത്. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് 2 വയസ്സോ 3 വയസ്സോ പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി കിണറ്റിൽ വീണു എന്ന് വിചാരിക്കുക. അത് കണ്ടു നിൽക്കുന്ന മാതാവിനോ പിതാവിനോ മാനമില്ല. അവനൊരു പക്ഷെ എടുത്തു ചാടിയെന്നിരിക്കും. ഒരുപക്ഷെ പിതാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടെന്നിരിക്കും. എന്നിരുന്നാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതായിരിക്കും ആ പിതാവിന്റെ ഏറ്റവും വലിയ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ വികാരപരമായി അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കാണാം. അതുകൊണ്ട് ഇത് ഒരു അനവസരത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ന്യായരഹിതമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഭദ്രാസനത്തിലെ പിതാക്കന്മാരും വൈദികരും എല്ലാ ഇടവക ജനങ്ങളും ഈ വക കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരോടും നന്ദി ഞാൻ പറയുന്നു.